രാവിലെ എഴുന്നേറ്റ് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് എനിക്ക് സിഗരറ്റ് വലിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് പ്രോപ്പറായിട്ട് ടോയ്ലറ്റിൽ പോകാൻ സാധിക്കുകയുള്ളൂ. ഇത് തുടങ്ങിയത് എന്തോ രീതിയിലായിക്കോട്ടെ ഒരു പോയിന്റിൽ കണ്ടീഷൻഡ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അയാളുടെ ബോഡി അതിനോട് കണ്ടീഷൻഡ് ആയിട്ട്. അപ്പോൾ അയാൾക്ക് അത് ഇല്ലാണ്ട് ചിലപ്പോൾ സാധിക്കുന്നുണ്ടാവില്ല. ആൻഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞ് എന്റെ ഫുഡ് ഒന്ന് ദഹിക്കണമെങ്കിൽ എനിക്കൊരു സിഗരറ്റ് വലിക്കണം എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പോൾ ബോഡിയിൽ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ മേ ബി അയാൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ആ കണക്ഷൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം, എവിടെയൊക്കെയാണ് ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത്. ആ കണക്ഷൻസ് ഐഡന്റിഫൈ ചെയ്ത് ആ ട്രിഗേഴ്സിനെ ഒന്നെങ്കിൽ റിപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ അവിടുന്ന് അയാളെ ഡിസ്ട്രാക്ട് ചെയ്യുക. സോറി പറഞ്ഞ പോലെ ഗ്രാമ്പു ചായക്കുന്നത്, ഏലക്ക വയലിടുന്നത്, ചോക്ലേറ്റ് കഴിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചെറിയ ചെറിയ ടെക്നിക്സ് ആയിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എസ്പെഷ്യലി ചൂയിങ് ടൊബാക്കോ യൂസേഴ്സിന്. കാരണം വായിൽ അത് വെക്കുന്നതും അതിന്റെ പ്രസൻസും ഒക്കെ നിക്കോട്ടിൻ പ്ലഷറിന്റെ അതേപോലെ തന്നെ ആൾക്കൊരു ഉണ്ടാവും. അത് സെൻസറി പ്ലഷർ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പൊ അതിനെ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അയാൾ വായിൽ ഇത് വെക്കുന്ന സമയത്ത്, ഇത് ചവയ്ക്കുന്ന സമയത്ത് ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ഇനി അതല്ല ഫുഡ് കഴിച്ചിട്ട് എനിക്കൊന്ന് സിഗരറ്റ് വലിച്ചാലേ ഒരു സമാധാനം ഉള്ളൂ എന്നാണെങ്കിൽ മേ ബി ഒരു വാക്കിന് പോകുന്നത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്, ഇതൊക്കെ അയാളെ ഹെൽപ്പ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർ ജോലി സമയത്താണ് ചെയ്യാറ് എന്ന് പറയും. അതായത് ഇത് വായിലിട്ടിട്ട് ജോലി ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സുഖമാണ്. സിഗരറ്റ് വലിച്ചുകൊണ്ട് ഞാൻ ഈ പണികളൊക്കെ എടുക്കുമ്പോൾ എനിക്ക് പണിയുടെ അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാറില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത്തരം സാഹചര്യങ്ങൾ ഒന്നെങ്കിൽ ട്രിഗറിനെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അതിനൊരു റിപ്ലേസ്മെന്റ് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ അടുത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് വേണം, അല്ലെങ്കിൽ ഒരു ആളുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ ഈ ശീലം ഉപേക്ഷിക്കാൻ പറ്റും എന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഈ പ്രൊഫഷണൽ ഹെൽപ്പ് ഇപ്പോൾ എല്ലാവർക്കും ലഭ്യമാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര എളുപ്പമാണോ? ഇപ്പോൾ നമുക്കൊരു ഗ്രാമത്തിലുള്ള ഒരാൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് കിട്ടാൻ എളുപ്പമാണ്? എല്ലാവർക്കും ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ? അതോ വല്ല ഗവൺമെന്റ് തലത്തിൽ വല്ല ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ടോ? എങ്ങനെയാണ് നമ്മളത് ഹെൽപ്പ് ചെയ്യേണ്ടത്? ഒരു പേഷ്യൻ്റ് ഒരാൾക്ക് നിർത്താൻ താല്പര്യം ഉണ്ടെങ്കിൽ ഹെൽപ്പ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഈസി ആണോ എന്ന് ചോദിച്ചാൽ നോ. ബിക്കോസ് ഇപ്പോൾ നാഷണൽ ടൊബാക്കോ കൺട്രോൾ പ്രോഗ്രാമിന്റെ ബേസിസിൽ കേരളത്തിലെ എല്ലാ ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ടൊബാക്കോ സെസേഷൻ സെന്റേഴ്സ് ആണ്. ഇപ്പോൾ അവിടെ ഇപ്പോൾ കാലിക്കറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ടൊബാക്കോ സെസേഷൻ ക്ലിനിക്കായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പുറമെ മറ്റു ഹോസ്പിറ്റൽസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ MVR ഒരു എക്സാമ്പിൾ ആണ്. MVR ക്യാൻസർ സെന്ററിൽ സൈക്കോ ഓങ്കോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു ടൊബാക്കോ സെസേഷൻ ക്ലിനിക് കൂടെയാണ്. അങ്ങനെ ഒറ്റപ്പെട്ട ചില സെന്റേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഡി അഡിക്ഷൻ സെന്ററോ അല്ലെങ്കിൽ ഒരു സൈക്കോ തെറപ്പി അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ ക്ലിനിക്കോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ അവിടെ പ്രോപ്പർ ടൊബാക്കോ സെസേഷൻ സർവീസസ് അവൈലബിൾ ആണോ എന്നുള്ളത് സ്റ്റിൽ ക്വസ്റ്റനബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഉള്ളത് നാഷണൽ ടൊബാക്കോ ക്വിറ്റ് ലൈൻ സർവീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ട്. ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ആ ടോൾ ഫ്രീ നമ്പർ കിട്ടും. നാഷണൽ ടൊബാക്കോ ക്വിറ്റ് ലൈൻ സർവീസസ്. അത് നമ്പറിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ നമ്മുടെ അടുത്തൊക്കെയുള്ള ടൊബാക്കോ സെസേഷൻ ക്ലിനിക്സ് അവർ നമുക്ക് റെക്കമെൻഡ് ചെയ്യേണ്ടതാണ്. പക്ഷേ അത് എത്രത്തോളം നമ്മുടെ അടുത്ത് വരുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. കാരണം ഇതിനൊരു മോട്ടിവേഷൻ വേണം, ഞാൻ ഒരാളെ കാണണം, അയാളെ സമീപിച്ച് അയാൾ നിന്ന് ഇത് എടുക്കണം. അതൊക്കെ ഒരു വലിയ പ്രോസസ്സാണ്. സോ എത്ര പേർക്ക് അത് ആക്സസിബിൾ ആയിട്ട് വന്നു എന്നുള്ളത് ആധികാരികമായിട്ട് നമുക്ക് ഇപ്പോഴും പറയാനായിട്ടില്ല. നമ്മുടെ കേരള ഹെൽത്ത് ഒരു നമ്മൾ പേര് കേട്ടൊരു ഹെൽത്ത് സ്ട്രക്ചർ ആയതുകൊണ്ട് ഞാനിപ്പോൾ അടുത്ത് അങ്ങനെ കേട്ടു എന്ന് വെച്ചാൽ എല്ലാ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും PHCകളിലും ഇതിൻ്റെ ഒരു ഇനീഷ്യേറ്റീവ് തുടങ്ങാൻ പോവാണ് ഗവൺമെൻറ് എന്നുള്ളതിൽ കേട്ടു. നമ്മളിപ്പോൾ ഒരു രോഗത്തിനെ ചികിത്സിക്കുന്നതിന് ഊന്നൽ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ രോഗം വരുന്ന അവസ്ഥയെ തടയുന്നതിനായിരിക്കും കൂടുതലായിട്ട് ഇനി മുതൽ പ്രസക്തി കൊടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. ശരി, അപ്പോൾ ഇങ്ങനെ ഹെൽപ്പ് ലൈൻ ഉണ്ട്. ആ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ നിങ്ങൾക്ക് കിട്ടും. അതല്ലെങ്കിൽ ഓരോ നോഡൽ സെൻറ്റേഴ്സ് ആയിട്ടും ഇല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഈ ഒരു ഹെൽപ്പ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു മാനസിക രോഗിയാവുകയാണ് എന്നുള്ളതാണ് എൻ്റെ വിചാരം. അതാണ് ഇപ്പോൾ അടുത്ത പ്രശ്നം. അതാണ് എൻ്റെ അടുത്ത് മിക്ക സമയത്തും ഭാര്യമാർ പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രോഗികളുടെ ഭാര്യമാരൊക്കെ പറയാറുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ പ്രൊഫഷണൽ ഹെൽപ്പ് മസ്റ്റ് ആണ് എന്നുള്ളത് ആളെ ധരിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ്? അത് ധരിപ്പിക്കേണ്ടതിന് ഒറ്റയ്ക്ക് മാറില്ല എന്നുള്ളതാണോ കാരണം? ഒറ്റയ്ക്ക് മാറില്ല എന്നുള്ളതല്ല. ടൊബാക്കോന്റെ ഒരു അഡിക്ഷൻ, ഈ ഡിപ്പെൻഡൻസ് എന്നുള്ള ഒരു വാക്ക് നമുക്ക് യൂസ് ചെയ്യാം. പട്ടൽ അഡിക്ഷൻ എന്നുള്ളത് പലപ്പോഴും ആൾക്കാർക്ക് സ്റ്റിഗ്മ ഉള്ള ഡിപ്പെൻഡൻസ് എന്നുള്ള വാക്ക് യൂസ് ചെയ്യാം. അവിടെ അതിന്റെ ലെവല് ഡിഫറെന്റ് ആണ്. ചില ആളുകൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എന്റെ വിൽ പവർ മാത്രം യൂസ് ചെയ്തിട്ട് ബേസിക് മോട്ടിവേഷൻ ഉപയോഗിച്ചിട്ട് ഒക്കെ ആൾക്ക് നിർത്താനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും.
ചിലരുടെ ഡിപ്പെൻഡൻസ് കുറച്ചുകൂടെ ഹയർ ആയിരിക്കും. ആ ഹയർ ആയിട്ടുള്ള പോയിന്റിൽ അയാൾക്ക് വിഡ്രോവൽ സിംറ്റംസ് വരാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ടാവും. അതിൻ്റെ മേലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആൾക്ക് കുറച്ചുകൂടെ ടൈം എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും. നിക്കോട്ടിൻ റീപ്ലേസ്മെന്റിന്റെ ഒക്കെ ആവശ്യങ്ങളുണ്ടാവും. അപ്പോൾ ഇത് എൻ്റെ ഒരു ലെവൽ ഓഫ് ഡിപ്പെൻഡൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി എൻ്റെ ഒരു ഹൈ ഡിപ്പെൻഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുത്തേ മതിയാവും. പക്ഷെ ഞാനൊരു ലോ ഡിപ്പെൻഡൻസിൽ ഇരിക്കുന്ന ആളാണ് എങ്കിൽ എനിക്കത് ചിലപ്പോൾ എൻ്റെ മാത്രം ചെയ്യാൻ പറ്റും, ഇതിലങ്ങോട്ട് നിർത്താനായിട്ട് സാധിക്കുന്നു. പക്ഷെ ഇത് മനസ്സിലാക്കേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൻഡ് ഇത് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഡിപ്പെൻഡൻസ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ടൊബാക്കോ ഡിപ്പെൻഡൻസ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനേഴ്സ് ഒക്കെ ഫ്രീലി അവൈലബിൾ ആണ്. ഗൂഗിൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രീലി അവൈലബിൾ ആയിട്ടുണ്ട്. കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾ ആൻസർ ചെയ്യുക. നിങ്ങളുടെ ആൻസറിന്റെ സ്കോർ എന്താണോ അതൊന്ന് ആഡപ്പ് ചെയ്യുക. ആ ക്വസ്റ്റ്യനറിന്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങളുടെ ലെവൽ ഓഫ് ഡിപ്പെൻഡൻസ് എന്താണ്. അപ്പോൾ ആ ഡിപ്പെൻഡൻസ് നോക്കിയിട്ട് എനിക്ക് ആവശ്യം വരും എന്നുണ്ടെങ്കിൽ ഒരു മോട്ടിവേഷൻ എടുത്ത് നിങ്ങൾ പോവുക. വിത്ത് ഹെൽപ്പ്, വിത്ത് ഫാമിലി അവരുടെ കൂടെ പോവുക. ഇതൊക്കെയാണ്. അപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കാൻ വേണ്ടി പോകുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ള. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, സപ്പോസ് എനിക്ക് നിർത്തണം എന്നുണ്ട്, ഞാൻ ഒരു പെട്ടെന്നുള്ള എൻ്റെ ഒരു വികാരത്തിൻ്റെ പുറത്ത് പറയുകയും ചെയ്തു എനിക്ക് നിർത്തണം എന്നുള്ളത്. പക്ഷേ ഞാനതൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു മോട്ടിവേഷൻ എടുത്തേക്കാം. അവരെനിക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചേക്കാം. അവരെനിക്ക് വേണ്ടി ഒരു സ്ഥലം കണ്ടെത്തി ഒരു അപ്പോയിൻമെന്റ് എടുത്തേക്കാം. അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫാമിലി സോഷ്യൽ സപ്പോർട്ട് എന്താണോ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. അവിടെയാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് ഉള്ളത്. അപ്പം ഇന്ന് എനിക്ക് സിഗരറ്റ് വലിക്കുന്ന പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ നേരെ ഒരു കൗൺസിലറുടെ അടുത്ത് പോയിക്കൊള്ളണം എന്ന് വാശി പിടിക്കുകയല്ല, മറിച്ച് അതൊന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, ആളുകളുമായിട്ട് സംസാരിക്കുക, അവരുടെ സപ്പോർട്ടോട് കൂടിയിട്ട് കണ്ടെത്തുക, പോവുക. ആൻഡ് ഹോപ്പ്ഫുള്ളി നമുക്ക് എളുപ്പം പോകാവുന്ന ഒരു സെസേഷൻ ക്ലിനിക്ക് എല്ലാ പഞ്ചായത്തിലും വരുന്ന രീതിയിലേക്ക് കേരളത്തിന്റെ ആരോഗ്യരംഗം മാറുമായിരിക്കും. നമുക്ക് അതെ. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. നിങ്ങളുടെ ഡിപ്പെൻഡൻസ് എന്താന്നുള്ളത് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് മാഡം പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തിയാൽ ചിലവ് കുറച്ച് പാർശ്വഫലങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ ചില സമയത്ത് തേടേണ്ടി വരുന്നത്. അപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതിനൊരു തെറ്റുമില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ അതിനെ ലേബൽ ചെയ്തു എന്നല്ല. ഇതൊരു ഡിപ്പെൻഡൻസ് മാറ്റാൻ വേണ്ടി മാത്രം കുറച്ച് നാളത്തെ മാത്രം ഒരു കൗൺസിലിംഗ് സെഷൻസ് മാത്രമായിരിക്കും മിക്ക സമയത്തും ഉണ്ടാവുക. അതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മുടെ മൈൻഡിൽ വിഡ്രോവൽ സിംറ്റംസിനോ അല്ലെങ്കിൽ ഡി അഡിക്ഷനോ ഒക്കെ കേൾക്കുമ്പം ഫസ്റ്റ് വരുന്നത് ഒരു ആൽക്കഹോൾ ഡി അഡിക്ഷൻ. അതെ, അതായത് ഭയങ്കരമായിട്ട് വിറയ്ക്കുന്നു, കൈയെല്ലാം വിയർക്കുന്നു, ഭയങ്കരമായിട്ടുള്ള ചങ്ങലൊക്കെ ഇടുന്ന ഫോട്ടോ ഒക്കെയാണോ ആലോചിക്കാം. ഈവൻ മൂവീസിലായിക്കോട്ടെ എങ്ങനെ ആയിക്കോട്ടെ ഇത്തരം പിക്ചേഴ്സ് ആണ് വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള. അപ്പോൾ അത് മൈൻഡിൽ വെക്കുന്നത് കൊണ്ടായിരിക്കും പലർക്കും ഭയം തോന്നുന്നത്. അതല്ല, ഇത് ആൽക്കഹോളിന്റെ അത്ര ആൽക്കഹോളിന് നമ്മൾ കാണുന്ന ഈ വിഡ്രോവൽ സിംറ്റംസും സിനിമയിൽ പോർട്രേ ചെയ്യുന്നത് അതേപടിയാണെന്നല്ല പറയുന്നത്. പക്ഷെ അത്തരത്തിൽ ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. വിഡ്രോവലില് നിക്കോട്ടീന്റെ വിഡ്രോവൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടും ഒരു ഇറിറ്റബിലിറ്റി ആണ് ആൾക്കാരിൽ ഉണ്ടാവാറ്. ദേഷ്യം കൂടുതൽ, മൂഡ് സ്വിങ്സ് ഒക്കെ ഉള്ള പോലെ ഉണ്ടാവും. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുക, ചെറിയ കാര്യങ്ങൾ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഹെഡ് ഏക്സ് റിപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. കഫ് ഉണ്ടാവും. കൂടുതൽ ഫിസിക്കൽ സിംറ്റംസ് ഇതാണ്. കഫ് ഉണ്ടാവുന്നു, നോസ് ഡ്രിപ്സ് ഉണ്ടാവുന്നു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാവാറ്. ഇൻസോമിനിയ, ഉറക്കക്കുറവ് ഉണ്ടാവാറുണ്ട്. ഹെഡ് ഏക്സ് ഞാൻ നേരത്തെ പറഞ്ഞു. അതേപോലെ ചെറിയൊരു ഡിസീനസ്, ഒന്ന് എണീച്ച് നിൽക്കുമ്പോഴൊക്കെ ഒന്നൊരു സ്ഥലകറക്കമല്ല, ഒരു ബുദ്ധിമുട്ടുള്ള പോലെ ഉണ്ടാവും. ഇത്തരത്തിലുള്ള മൈൽഡർ വിഡ്രോവൽ സിംറ്റംസ് ആണ് നിക്കോട്ടീൻ്റെ ഹൈ ഡിപ്പെൻഡൻസ് ഉള്ള ആളുകൾക്കും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഒരു റൂമിൽ അടച്ചിട്ട് ചെയ്യാൻ പോകുന്ന ഒരു ഡി അഡിക്ഷൻ പ്രോസസ്സാണ് ഇത് എന്ന് വിശ്വസിച്ചിട്ട് ആ ഭയം കാരണം ഹെൽപ്പ് സീക്ക് ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അതേ അല്ല, ഇതിന്റെ വിഡ്രോവൽ സിംറ്റംസ് ഒക്കെ മൈൽഡർ ആണ്. വളരെ ഭീകരമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് നമ്മൾ പോവാ ഇത് കണ്ടിന്യൂ ചെയ്താലാണ്. നൃത്തം എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു പരിപാടിയാണ്. ഇത്രയും നൃത്തത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അറിയേണ്ടത് എത്ര നാളെടുക്കും പൊതുവെ ഒരാൾക്ക് നിർത്താൻ? ആ ആളുകൾക്ക് ഭയങ്കര ആഗ്രഹം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ താങ്കളുടെ എക്സ്പീരിയൻസിൽ പൊതുവെ ഒരു മൈൽഡ് ഡിപ്പെൻഡൻറ്റ്, കൂടുതൽ ഡിപ്പെൻഡൻസി ഉള്ള ഒരാൾ, അങ്ങനത്തെ ഒരാൾക്ക് എത്ര നാളെടുക്കും പൊതുവെ നിർത്താൻ? ടിപ്പിക്കലി ഒരു ആൾക്ക് നിർത്തിക്കഴിഞ്ഞാൽ 24 to 72 hours-ന്റെ ഉള്ളിൽ വിഡ്രോവൽ സിംറ്റംസ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. അതായത് നിക്കോട്ടിൻ വെപ്രാളം തോന്നും, അത് ബോഡിയിൽ നിന്ന് കണ്ടന്റ് കുറയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ കോഫ് ഉണ്ടാവും, പിന്നെ ഹെഡ് ഏക്സ്, ഉറക്കക്കുറവ്, ഇതൊക്കെ കൂടുതലായിട്ട് ഈ 1, 2, 3 ദിവസത്തിന്റെ ഉള്ളിൽ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ, അത് അങ്ങോട്ട് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു 3 weeks-ന്റെ ഉള്ളിൽ അവർക്ക് പൂർണ്ണമായിട്ടും ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ട് സാധിക്കും.
പൂർണ്ണമായിട്ടും പുറത്തെടുക്കാൻ സാധിക്കും എന്ന് പറയുമ്പോൾ പിന്നീട് അവരത് വലിക്കാനുള്ള സാധ്യത ഇല്ലാതാവും എന്നല്ല പറയുന്നത്. 2 ആഴ്ചയാണ് നമ്മൾ യൂഷ്വലി ഒരു ഫസ്റ്റ് ഫോളോ അപ്പ് ഇടാറുള്ള. കാരണം ഈ ഒരു 2 ആഴ്ച കഴിഞ്ഞ് അയാൾ ചില ട്രിക്സ് നമ്മൾ പറഞ്ഞു കൊടുത്തതും അയാൾ സ്വയം ചെയ്യുന്നതായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ കോപ്പിംഗ് ടെക്നീക്സ് ഒക്കെ ഒന്ന് പരീക്ഷിച്ചിട്ടുണ്ടാവും. എവിടേക്കാണ് അയാൾക്ക് പ്രശ്നം വരുന്നത്, ഇതൊക്കെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് ഈ 2 ആഴ്ച പീരീഡിലാണ്. അത് കഴിഞ്ഞ് ആ ഒരു 3 ആഴ്ചയോട് കൂടിയിട്ട് നമുക്ക് നിർത്താനായിട്ട് പറ്റും. പിന്നെയുള്ള സമയം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തുടങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമതും തുടങ്ങരുത്. അപ്പോൾ ഒരു 3 months ഒരാൾ ഒട്ടും വലിക്കാതെ പോയി കഴിഞ്ഞാൽ അവിടെ ആ ഒരു ക്രിട്ടിക്കൽ പീരീഡും കൂടെ കഴിഞ്ഞു. റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ആ ഒരു സാധ്യതയും കൂടെ 3 monthsോട് കൂടിയിട്ട് കഴിഞ്ഞു. 6 months ഒരാൾ ഫുള്ളി ക്വിറ്റ് ചെയ്തു, ഒട്ടും ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അയാൾ ക്വിറ്റ് ചെയ്തു എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോഴാണ് നമ്മൾ ലേബൽ ചെയ്യുക ക്വിറ്റ് ചെയ്തു. അവിടെയാണ് നമ്മൾ അതിനെ അയാൾ ക്വിറ്റ് ചെയ്ത ആളാണ്. പിന്നീട് അയാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഞാനൊരു സ്മോക്കർ ആണെന്നോ ഞാനൊരു സ്മോക്കർ ആയിരുന്നു എന്നോ ഒന്നുമല്ല, ഞാൻ ക്വിറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ്. മെഡിക്കൽ പേർപ്പസിന് ഡോക്ടർ ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി പറയാം നിങ്ങൾക്ക് ഹാബിറ്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അല്ലാത്ത പക്ഷം നിങ്ങളൊരു സ്മോക്കർ ആയിരുന്നു, അത് നിങ്ങൾ ക്വിറ്റ് ചെയ്ത ഒരാളാണെന്ന് 6 മാസം കണ്ടിന്യൂ ചെയ്ത ഒരാൾക്ക് ധൈര്യമായിട്ട് പറയാം. പക്ഷെ പിന്നെ എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ലൈഫിൽ അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാവും. ലൈഫിൽ ഓരോരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴും അത് ഡിഫറെൻ്റ് ആണ്. പക്ഷെ ഒരു 6 മാസം ഫുള്ളി നമ്മൾ ഫോക്കസ് ചെയ്താൽ നിർത്താവുന്നതാണ് ടൊബാക്കോ ഹാബിറ്റ്. പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ പറയാറുള്ളത് 15 ദിവസം ഒരു ശീലം ഉപേക്ഷിച്ചാൽ നമ്മളതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു എന്നാണ്. 41 ദിവസമായാൽ അതിൽ നിന്ന് ഏകദേശം നമ്മൾ പിടിപെട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസം എടുത്താൽ മതി. അപ്പോൾ നമ്മളൊരു 15 days ആയത്തത് എടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 41 daysലേക്ക് എത്തുക. അത് കഴിഞ്ഞാൽ ഇപ്പോൾ മാഡം പറഞ്ഞ മാതിരി 3 months 6 months ആ ഒരു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ ടൈം നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റാത്തൊരു ശീലമെന്നല്ല അത്. ഇതിലെല്ലാം വലിയ സംഭവങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത ചോദ്യം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു മിക്ക രോഗികൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മെയിൻ അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ളവരും സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് അസുഖമൊന്നും വന്നില്ല. ഞാനാണെങ്കിൽ 1 or 2 വലിച്ചുള്ളൂ, എനിക്ക് അസുഖം വന്നു. മറ്റേ ആൾ 2 പാക്കറ്റും 3 പാക്കറ്റും വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എണ്ണം അതൊരു വലിയ ഇതാണോ? അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബാക്കിയുള്ള ഒരാളെ കമ്പയർ ചെയ്ത് നമ്മുടെ ഒരു ഇത് പറയുന്നത് ആ ഒരു ബിഹേവിയറിനെ നമ്മൾ എങ്ങനെ അത് മനസ്സിലാക്കാൻ പറ്റുമോ? കാരണം വെച്ചാൽ അവർ എൻ്റെ അടുത്ത് മിക്ക രോഗികളും പറയുന്നതാണ്, എൻ്റെ ഒപ്പം ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്ന 8 പേരും വലിക്കുന്നുണ്ട്, അവർക്ക് ഇതുവരെ വന്നില്ല, എനിക്ക് മാത്രം ലങ് ക്യാൻസർ ആയിട്ട് തലയെടുത്തേക്ക് വന്നു. ഞാനാണെങ്കിൽ 2 or 3 ദിവസം വലിക്കുന്നത്, അവർ പാക്കറ്റുകളാണ് വലിക്കുന്നത്. അതിനൊരു ഉത്തരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ആ ഒരു കമ്പാരിസൺ അത് നമുക്ക് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ട് അയാൾക്ക് ക്യാൻസർ വന്നു അയാളും ചോദിക്കുന്നു, നമ്മളും ചോദിക്കുന്നു, നമുക്കൊരു ഉത്തരമില്ല എന്തുകൊണ്ട് അയാൾക്ക് മാത്രം വന്നു. പക്ഷെ ആ ഒരു കമ്പാരിസൺ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ ഹാബിറ്റ് നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കാതിരിക്കും എന്നല്ല, അല്ലെങ്കിൽ അത് ചെറിയ ഉപദ്രവമാണ് എന്നുമില്ല. പിന്നെ സിഗരറ്റ് വലിക്കുന്നവര് എത്ര പേര് ഇതിനെപ്പറ്റി ഫുള്ളി അവെയർ ആണെന്ന് അറിയില്ല. പലപ്പോഴും മറന്നു പോകുന്ന ഒരു സാധനമാണ്. ഇത് എന്നെ മാത്രം എഫക്ട് ചെയ്യുന്ന ഒരു സാധനമല്ല. ഞാൻ പുകച്ച് തള്ളുന്ന പുക മറ്റുള്ളവരിലേക്ക് എത്തുന്നുണ്ട്. വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലെ കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, വൾനറബിൾ ആയിട്ടുള്ള ആൾക്കാർ, അതായത് പ്രഗ്നന്റ് ആയിട്ടുള്ള ആളുകൾ, അസുഖങ്ങളുള്ളവർ, ഇവരെയൊക്കെ ഇത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിന് നിങ്ങൾക്ക് മാത്രം അസുഖം വരുത്താതിരിക്കുകയോ ചെയ്യുന്ന ഒരു സാധനമല്ല സിഗരറ്റ്, മറ്റുള്ളവരിലേക്ക് വരാം. അപ്പോൾ സെക്കൻഡ് ഹാൻഡ് സ്മോക്കിംഗ് ഒരു ഇഷ്യൂ ആണ്. തേർഡ് ഹാൻഡ് സ്മോക്കിംഗ് വേറെ തന്നെ ഒരു ഇഷ്യൂ ആണ്. അത് അധികമൊന്നും സംസാരിച്ച് കേൾക്കാത്ത, ഇപ്പോൾ മാത്രം നമ്മൾ സംസാരിച്ച് തുടങ്ങുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതൊക്കെ നിലവിൽ നിൽക്കെ നമുക്ക് ഈ ഒരു കമ്പാരിസന് പൊതുവെ അർത്ഥമില്ല. അയാൾ കുറെ വലിക്കുന്നു, അയാൾക്ക് അസുഖങ്ങളില്ല, എനിക്ക് വലിച്ചതുകൊണ്ട് എനിക്ക് അസുഖമുണ്ട്. ആൻഡ് വേറൊരു കാര്യം, അയാൾക്ക് അസുഖങ്ങളില്ല എന്ന് എന്തുകൊണ്ട് ആധികാരികമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നു? അയാൾക്ക് പലതരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കാം നമ്മൾ അറിയാത്തത്. ആൻഡ് ഇപ്പോൾ നിങ്ങളുടെ അസുഖം ഇപ്പോൾ കണ്ടുപിടിച്ചു, നിങ്ങൾ ട്രീറ്റ്മെന്റിൽ വന്നു, അയാളുടെ എപ്പോഴാണ് എവിടെ വെച്ചാണ് അയാൾക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് അതും പറയാൻ പറ്റില്ല. സോ കമ്പാരിസന് ഒരു ബേസിസ് ഇല്ല. പക്ഷെ അങ്ങനെ കമ്പയർ ചെയ്യുന്ന ഒരു പേഷ്യന്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു സ്മോക്കറിന്റെ അടുത്ത് യൂഷ്വലി നമ്മൾ പറയാറുള്ളത് എന്തുകൊണ്ടാണ് ആ കമ്പാരിസൺ എന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ആ കമ്പാരിസണിൽ നിന്ന് അയാളെ വേർതിരിച്ച് വെക്കാൻ പറ്റുന്നുണ്ടോ, എന്തൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുന്നത്, മറ്റാളുകൾ ചെയ്യുന്നത്, അവരിൽ നിന്നൊക്കെ വിട്ട് എൻ്റെ കാര്യത്തിലേക്ക് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെയാണ് ആ ഒരു പോയിന്റിൽ നമ്മൾ അവരെ കൗൺസിൽ ചെയ്യുന്നത്. പക്ഷേ ഈ തോട്ട് വളരെ കാരണം അതെന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതിൽ മാഡം പറഞ്ഞതിൽ ടേക്ക് ഹോം സാധാരണ ദർ ഇസ് നോ സേഫ് ലിമിറ്റ് ഫോർ സ്മോക്കിംഗ്. നിങ്ങൾ മാസത്തിൽ 1 വലിക്കുന്നുള്ളൂ, കൊല്ലത്തിൽ 2 വലിക്കുന്നുള്ളൂ. പക്ഷേ ആരുടെ ബോഡിയിലാണ്, അത് ഏത് തരത്തിലാണ്? ഇപ്പോൾ കാർഡിയാക്ക് ആയിരിക്കാം, കിഡ്നി ആയിരിക്കാം, സ്ട്രോക്ക് ആയിരിക്കാം, ക്യാൻസർ ആയിരിക്കാം,
സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ വരെ സ്മോക്കിങ്ങിന് ഒരു മെയിൻ റീസൺ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണ അത് എങ്ങനെ അത് എഫക്റ്റ് ചെയ്യണമെന്നുള്ളത് അറിയാൻ പറ്റില്ല. അപ്പോൾ അതൊരു സേഫ് ലിമിറ്റ് എന്ന് പറഞ്ഞൊന്നുമില്ല. നമ്മളത് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കലേ നമ്മുടെ മുമ്പിലുള്ള മാർഗ്ഗമുള്ളൂ.